സ്നേഹാക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ മലയാളത്തിലല്ല. ഈ അക്ഷരങ്ങൾ ആംഗലേയ പദങ്ങളുടെ സമൂഹമല്ല. ഈ അക്ഷരങ്ങൾ അന്യഭാഷകളുടെ കൂട്ടമല്ല. ഈ അക്ഷരങ്ങൾ ഉള്ളിൽ നിന്നും പൊങ്ങി വരുന്ന, മനസ്സ് തൊട്ടെറിഞ്ഞ സ്നേഹത്തിൻ്റെ അക്ഷരങ്ങൾ. കോക്കാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന രതീഷ് കൊട്ടാരക്കര കുവൈറ്റിലെ പ്രവാസത്തിൻ്റെ ഒരു മൂലയിൽ പോരായ്മകളുടെയും വല്ലായ്മകളുടെയും ജീവിത സാഹചര്യത്തിൻ ഉള്ളിൽ നിന്നുകൊണ്ട് കഥകളുടെയും കവിതകളുടെയും രചനകളുടെയും സമൃദ്ധിയിൽ ജീവിതം ആസ്വദിക്കുന്ന കോക്കാടൻ എന്ന രതീഷ് കൊട്ടാരക്കര രചിച്ച ഈ ചിത്രീകരണത്തിലേക്ക് മാന്യ സദസ്സിനെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ ഒരു ക്രിസ്തീയ തറവാട്ടിലേക്ക് ഫ്ലാറ്റുകളുടെയും കെട്ടിട സമുച്ചയങ്ങളുടെയും ഈ പ്രവാസ ലോകത്തിൽ നിൽക്കുന്ന നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്ന ഒരു സുവർണ വേദിയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. നവജീവൻ എന്ന നമ്മുടെ യുവജന സംഘടനയുടെ 5ാമത്തെ ചിത്രീകരണമാണ് എന്നുള്ള സന്തോഷ വാർത്ത കൂടി അറിയിക്കുന്നു. ഈ ചിത്രീകരണത്തിലൂടെ ഒരു നല്ല സാമൂഹിക സന്ദേശം നമുക്ക് ലഭ്യമാണ്. നമുക്ക് കാതോർക്കാം, മനസ്സിനെ തുറക്കാം, ഹൃദയത്തെ തുറക്കാം. ഇതിലൂടെ ഒരു നല്ല ഗുണപാഠം നമുക്ക് ലഭ്യമാണ്. സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സഹോദരങ്ങളെ, സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹാക്ഷരങ്ങൾ, സ്നേഹത്തിൻ്റെ ഒരിക്കലും തകർക്കുവാൻ കഴിയാത്ത അക്ഷരങ്ങൾ. രണ്ട് മക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഇതെന്തുവാ? എന്റെ അമ്മോ! തിരുവല്ല താലൂക്കിൽ തിരുവണ്ടൂർ വില്ലേജിൽ പുതുക്കുടി മലയിൽ ഒരു മാതാവിനെ ഒരു മരുമകൾ വെട്ടി കൊലപ്പെടുത്തി. അമ്മേ, വല്ലാത്ത കാലം. മരുമക്കളെ പേടിച്ച് അമ്മായിമാര് ജീവിക്കണം. ഓ സലീമേ, സലീമേ, കൊച്ചമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്തിനാ വിളിച്ചത്? ഇടി, രാവിലെ ഞാൻ പത്രം വായിക്കുമ്പോ ഒരു ചായ പതിവുള്ളതല്ലേ? നീ എവിടെ പോയി കിടക്കുവായിരുന്നു? പറമ്പി വീടിന്റെ തേങ്ങ പെറുക്കലല്ലേ എന്റെ ജോലി. അതിനോട് പൈസ കൊണ്ട് ഔസേപ്പിനെ നിർത്തിയിരിക്കുന്നത്. പിന്നെന്ത് പണി? തേങ്ങ എന്റെ മണ്ടയ്ക്ക് വേണ്ടി ഞാൻ തീർന്ന നീ ഓർത്തോടി. തുടക്കം ഒടുക്കം ഒക്കെ തീരുമാനിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത് പോലല്ല ചേട്ടത്തി. അത് തേങ്ങ വീണാണോ, മാങ്ങ വീണാണോ, വിമാനം തെറിച്ചാണോ ആർക്കറിയാം. അല്ലയോ സെലീന കുഞ്ഞെ? തന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നോട് സണ്ണി കുഞ്ഞ് പറഞ്ഞു 3000 രൂപ വാങ്ങിച്ചോണ്ട് ചെല്ലാൻ. ആഹാ, രാവിലെ കോഴി പൈസ പൈസ. അവൻ ഇന്ന് ഇറങ്ങി പോകുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരെണ്ണക്കേടുണ്ടെന്ന്. അതിപ്പോ അമ്മച്ചി കാലത്ത് തോട്ടത്തിൽ പോന്നതല്ലേ, എന്തെങ്കിലും ആവശ്യത്തിനാകും. നിർത്തടി. ഇവിടുത്തെ തറവാട് കാര്യങ്ങൾ നീ ഇടപെടേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് ചെയ്യണം, എന്ത് തീരുമാനിക്കണമെന്ന് എനിക്കറിയാം. നിനക്ക് കയറിപ്പാകത്ത്. എടോ ഔസേപ്പേ, അവൻ എന്തിനാടോ ഇപ്പൊ 3000 രൂപ? ചേട്ടത്തി, നമ്മൾ ഇന്ന് കിഴക്കേപ്പാടത്തില് മരച്ചീനി ഇല്ല ഇട്ടിരിക്കുന്നത്. 4 ഇല വന്നു കഴിഞ്ഞാൽ അതിന് തടവെടുത്ത് വളവിടണം. സണ്ണിക്കുഞ്ഞ് പറഞ്ഞു 3000 രൂപ പോയി വാങ്ങിച്ചോണ്ട് വരാനും പറഞ്ഞു. പഠിക്കാൻ വിട്ട കാലത്ത് പഠിക്കാതെ മാവേലെറിഞ്ഞും സിനിമ കണ്ട് നടന്നതിന്റെ കൊണമായി കാണുന്നത്. ഇപ്പൊ കൃഷിയെന്നും പണമെന്നും പറഞ്ഞ് എനിക്ക് സ്വസ്ഥത തരാറുണ്ടോ? അവനോട് എന്ന് പറഞ്ഞേരെ, അവൻ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടല്ല ഈ തറവാട് കഴിയുന്നതെന്ന്. എന്റെ മക്കൾ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് ഈ തറവാട് കഴിയുന്നത്. അവനിവിടെ എനിക്ക് തന്നിട്ടുമില്ല ഒരു പൈസ, അവനൊന്നും എനിക്ക് കൊടുക്കാനുമില്ല. ഔസേപ്പിന് പോകാം. ഞാൻ പറയാനുള്ളത് ചേട്ടത്തിയോട് പറഞ്ഞു. ഇനി സണ്ണിക്കുഞ്ഞിനോട് പറയേണ്ട കടമ എന്റത്. ഞാൻ പോവാ ചേട്ടത്തി. നേരത്തോട് നേരം കഴിഞ്ഞപ്പോഴാണ് നിന്റെ ചായ. ആർക്കു വേണം നിന്റെ ചായ? ഓടി.
ഔസേപ്പേട്ടനോട് ഒരു കാര്യം പറഞ്ഞോ. പൈസ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ഇപ്പൊ വന്നതാ. ഞാൻ ആ തോട്ടത്തിൽ നിന്നങ്ങ് മുഷിഞ്ഞു. ശരിയാ, ഇതെന്ത് പറ്റി? നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നു? എനിക്ക് പഠിത്തം. സെലീന, ഇതൊക്കെ ഇവിടെ പതിവുള്ളതല്ലേ? എല്ലാത്തിനും ഓരോ നിയോഗങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ നീ ഈ ഭവനത്തിൽ വന്ന് കയറി അന്ന് തുടങ്ങിയല്ലേ നിന്റെ കഷ്ടപ്പാടുകൾ? ഇല്ല, നീ ആഗ്രഹിച്ചൊരു ജീവിതം ലഭിക്കുന്നില്ലല്ലോ മോളെ. നീ വിഷമിക്കാതെ. എന്തോ ഇവിടെ ഒരു നാടകം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ നാടകമൊക്കെ നിങ്ങളുടെ റൂമില്. നിന്റെ ആട്ടമൊന്നും ഇവിടെ വേണ്ട കേട്ടോ. നിന്റെ അപ്പൻ തരാമെന്ന് പറഞ്ഞ സകല സാധനം ഇവിടെ തന്നിട്ട് നിനക്ക് കൊച്ചുങ്ങൾ ഉണ്ടായാ മതി. അമ്മച്ചി, എന്താടാ നിനക്ക് നൊന്തുപോയോ? നിനക്ക് നൊന്തുപോയ ഒരു കാര്യം ചെയ്യ. ഇവളെ കൂട്ടി ഇവിടെ വെച്ചാ പോടാ. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. അമ്മച്ചി, എന്താ പടം? ഈ നമുക്ക് ആവശ്യത്തിലേറെ സ്വത്തുക്കൾ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ അമ്മച്ചി ഈ കിട്ടാക്കണക്കിന്റെ കാര്യം പറഞ്ഞ് അവളെ എങ്ങനെ വിഷമിപ്പിക്കുന്നത്? മനുഷ്യൻ ജനനം മുതൽ മരണം വരെ സമ്പാദിച്ചു കൂട്ടുന്ന എന്തെങ്കിലും കർത്താവ് തമ്പുരാന്റെ അടുക്കലോട്ട് പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലടാ, കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അതുകൊണ്ടല്ലേ നിന്റെ അപ്പൻ ചത്തപ്പം കൊണ്ടുപോകത്തോണ്ടല്ലേടാ നീയൊക്കെ അനുഭവിക്കുന്നത്. നമ്മൾ പൈസ ഉണ്ടാക്കി വെക്കുന്ന ആർക്കാ? വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി. അതിന് നിനക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അമ്മച്ചി, ഈ നിന്നയും ദുഷിയും പരിഹാസങ്ങളൊക്കെ ഞാൻ ഏറെ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ അമ്മച്ചി എന്തു പറഞ്ഞാലും എനിക്ക് അമ്മച്ചിയോട് പരാതിയോ പിണക്കമോ വിഷമോ ഒന്നുമില്ല. എനിക്ക് എൻ്റെ അമ്മച്ചിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അതും നിറഞ്ഞ സ്നേഹം. അവന്റെ ഒരു സ്നേഹം. എന്താ വാടാ നിന്റെ സ്നേഹം? എന്റെ പിള്ളേരെ ജോണിയും ബെന്നിയും മോളിയും ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. അവർക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എന്നെ നരകത്തിൽ നിന്ന് കൊണ്ടുപോകാൻ നിന്നെ കാണിച്ചു. എനിക്ക് പറയാൻ വയ്യ, സംസാരിക്കാൻ വയ്യ. അമ്മച്ചിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇത് ഇന്നും ഇന്നെല്ലാം തുടങ്ങിയതല്ലല്ലോ, എന്നും ഇത് തന്നെയല്ലേ, രാവിലെയും വൈകിട്ടും എല്ലാം വഴക്കും. പട്ടായിപ്പോയി വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങോട്ടല്ലേ ഇറങ്ങി പോവാന്ന് കരുതി കഴിഞ്ഞാൽ. സണ്ണിക്കുഞ്ഞെ, ഇന്നും അമ്മച്ചിയുമായി കാര്യമായി സ്നേഹിച്ചതുപോലെ ഉണ്ടല്ലോ. എൻ്റെ ഔസേപ്പേട്ടന് അറിയത്തില്ല അമ്മച്ചിയുടെ സ്വഭാവം. ഒന്നും മനസ്സിൽ വെച്ചോണ്ടാവില്ല. പക്ഷേ എൻ്റെ അമ്മച്ചിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയൂ. കുഞ്ഞേ, ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ് കുഞ്ഞേ. കാരണം എന്ന് നീ കർത്താവിനെ അറിയാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് ഈ പരീക്ഷണങ്ങൾ. അതിനൊരു വഴിയുണ്ട്. കർത്താവിനെ ഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ചോളാം കുഞ്ഞേ, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഔസേപ്പേട്ടാ, ചേട്ടന്മാരും അനിയത്തിയും ഒക്കെ ഈ നാട്ടിലോട്ട് എത്തി നോക്കിയിട്ട് 4-5 വർഷങ്ങളായി. ഈ വീട്ടിലെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും മുടക്ക് വരുത്തുന്നുണ്ടോ? ഇതെല്ലാം ഞാനല്ലേ നോക്കി നടത്തുന്നത്. കാര്യം അവരുടെ കാശും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കാര്യങ്ങളെല്ലാം നടത്തിയാലും അമ്മച്ചിക്ക് അവരോടുള്ള സ്നേഹം കാണുമ്പോൾ ആ സത്യത്തിൽ വിഷമം തോന്നുന്നു. എന്നോട് എപ്പോഴെങ്കിലും സ്നേഹത്തോടൊരു വാക്ക്, ഒരു നോട്ടം, അത്രയെങ്കിലും പ്രതീക്ഷിക്കുന്നത് തെറ്റുണ്ടോ ഔസേപ്പേട്ടാ? തെറ്റില്ല കുഞ്ഞേ, അതും എനിക്കറിയാം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. മണമുള്ള ഒരു കാലം വരും. അതിനാണ് വേണ്ടി പ്രാർത്ഥിക്കു കുഞ്ഞേ. കണ്ടോ, ഞാൻ വന്നിട്ട് നേരം വെളുത്ത വൈകുന്നേരം വരെ വീട്ടുപണി, അലക്കലും തൂപ്പലും അമ്മച്ചിയുടെ ചാട്ടവും. അവളിവിടെ കിടന്ന് കഷ്ടപ്പെടുക. എപ്പോഴെങ്കിലും ഒരു വേലക്കാരിയെ വെക്കാമെന്ന് പറഞ്ഞാൽ അമ്മച്ചി എന്റെ തലയിൽ പിന്നെയും ചാടിക്കയറും. കുഞ്ഞേ, ഇത് ഇന്നും ഇന്നലെ ഞാൻ കാണാൻ തുടങ്ങിയതല്ലോ. നിങ്ങളുടെയൊക്കെ ശൈശവപ്രായം മുതലേ കാണാൻ തുടങ്ങിയതല്ലേ അമ്മച്ചിയുടെ ഈ സ്വഭാവം. ഞാൻ പോട്ട് കുഞ്ഞെ വരുന്നെന്ന് തോന്നുന്നു. ശരിയാ, അമ്മച്ചി ഇവിടെ വന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നം ഉണ്ടാവും. എന്താ പാടി ഫോണിന്റെ അടുത്ത് കിടന്ന് കറങ്ങുന്നത്? ഈ തറവാട്ടി വരുന്ന ഫോണൊന്നും എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേടി? ഹലോ, മോനെ, ജോണി മോനെ, എന്റെ മോനെ. അയ്യോ, നാളെയോ? എന്റെ മക്കളെ ഞാൻ വരും. കുടുംബം നല്ല ഉണ്ടോ? എയർപോർട്ട് ഔസേപ്പിനെ വിടാം. ശരി ശരി. എന്റെ മക്കളെ എന്തോ ഒരു ഔസേപ്പറ്റി അയാളെ ഒരു നല്ല കാര്യത്തിൽ വിളിച്ച് അയാളെ കിട്ടും. നീ വേഗം അകത്ത് കയറി ജോലിയെല്ലാം ചെയ്യും. പിള്ളേർക്കൊന്നും കുറവുണ്ടാവില്ല. വിളിച്ചു എന്റെ മോനെ, നാളെ എന്റെ മക്കളെല്ലാം വരുമോ? ബെന്നി മോളി ദുബായ് വഴി ജോലിയെ കൂട്ടി വരുന്നു. പെട്ടെന്ന് നാളെ എയർപോർട്ടിൽ പോകും. സന്തോഷപ്പെട്ടിരിക്കാൻ വയ്യ. ആട്ടിറച്ചി മേടിക്കണം, കോഴി മേടിക്കണം, എന്തൊക്കെ മേടിക്കണം, എല്ലാം മേടിക്കാൻ മറക്കരുത് കേട്ടോ.
വിദേശത്തുനിന്ന് വരുന്നുണ്ടെന്ന്. സത്യമാണ് ചേട്ടാ. അതെ, എത്ര വർഷമായി അവര് വന്ന് കണ്ടിട്ട്. ചേട്ടന്മാരും ചേട്ടത്തിമാരും മക്കളും എല്ലാം കൂടി ഇവിടെ ആകെ ഒരു ഉത്സവമായിരിക്കും അല്ലയോ? ഉത്സവം തന്നെയല്ലയോ? 4 വർഷം കൂടിയുള്ള വരവല്ലേ? അയണിമുട്ട തറവാട്ട് എന്തോ ഒരു സന്തോഷമായിരിക്കും. എന്നാ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവസരം പെട്ടെന്ന് ആയിക്കോട്ടെ. വരണം കുഞ്ഞെ. ഞാൻ വൃത്തിയല്ലേ? കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. ചേട്ടന്മാര് വന്നിട്ട് അത് മതി. നീ ഇവിടെ കിടന്ന് കളിക്കാതെ വേഗം അടുക്കളയിലോട്ട് ചെല്ലേ. അമ്മച്ചി, എല്ലാരും വരും. ഞാൻ പണിയെല്ലാം നേരത്തെ തീർത്തമ്മച്ചി. അമ്മച്ചി ഡോണ്ട് വറി. എന്റെ മക്കൾ എന്ത് ചെയ്യും? കാറിന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. ആ, എടാ സണ്ണി, വന്നെന്ന് തോന്നല്ലോ. ഏറ്റു പോയി തുറക്കടാ. അമ്മച്ചി ഒന്ന് സമാധാനപ്പെടാം. അവർ ഇങ്ങോട്ടല്ലേ വരുന്നു. ഇതാ വേഗം ചെയ്യും. ഓണടിച്ച് കള. അയ്യോ, എന്റെ മോനെ. നീയൊക്കെ ക്ഷീണിച്ച് പോയല്ലോടി. അയ്യോ, എന്താ കാലമാണ്. മോളെ ചേട്ടന്മാരൊക്കെ എവിടെ? അതെ, അവിടെ അവിടെ. കാറിന്ന് ലഗേജ് ഇറക്കുവാ. ആ ഉസ്സേപ്പച്ചന് ഇപ്പോഴും ഒരു ഉഴപ്പം തന്നെ അല്ലയോ? എന്ത് പറ്റടി? ലഗേജ് ഇറക്കപ്പോ അവിടെ കിടന്ന് കറങ്ങുന്നു. എടി, പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ, നീ അങ്ങ് ക്ഷമിക്കേ. എടി സെലീനെ, അവർക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെക്ക്. ഓ ശരി തന്നെ. വേഗം ചെല്ലേ. അമ്മച്ചിയെ, എന്തോ എന്റെ മോനെ, നീയൊക്കെ ക്ഷീണിച്ചല്ലോ. നിങ്ങള് രണ്ടും മെലിഞ്ഞു പോയല്ലോടാ. നീ അങ്ങ് പകുതിയായി പോയല്ലോ. അയ്യോ. ചേട്ടത്തിമാരെ കൂടെ കൊണ്ടുവരാമായിരുന്നു. എന്ത് പറയാനാ സണ്ണിക്കുഞ്ഞെ? സിസിലിക്കാണ് ലീവ് ഇല്ല, പിള്ളേർക്കാണ് എക്സാം നടക്കുക. ജോണി മോനെ, ആലീസും പിള്ളേരും എന്ത് ചെയ്യും? അവിടെയും പിള്ളേർക്ക് എക്സാം നടക്കുമല്ലോ അമ്മച്ചി. ശോ. ഇതെന്നെ പറ്റിയടാ സാണി? ഇതെന്ത് കോലമാണത്? ആ പണ്ടത്തെ പോലെ ഒരു മാറ്റവും ഇല്ല. നിന്നെങ്കിലും നിനക്കൊരു നല്ല ഷർട്ട് എടുത്തിട്ടൂടാ. എന്റെ ചേട്ടന്മാരെ, ഞാൻ ഈ പാടത്തും മർമ്മത്തും ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാ. എനിക്ക് നിങ്ങളെ പോലെ തോട്ടും കൂട്ടും കൂടി നടക്കാൻ പറ്റുമോ? ഓ, അത് പിന്നെ നീ ഒരു കാര്യം ചെയ്യാ, പെട്ടി കൊണ്ടുവന്ന് വെക്കി ചെല്ല്. ഇങ്ങോട്ട് വാ. അയ്യോ, ഞാൻ കുറച്ച് നേരമായി പിടിക്കാൻ നോക്കിയിട്ട്. അതെ, സണ്ണി വേഗം ഇത് മേളത്തെ നിലയിലോട്ട് കൊണ്ടുപോകും. അങ്ങോട്ട് പോ, അങ്ങോട്ട് കേറ്. എന്താ വെച്ചാൽ കഴിക്കാനുള്ള ഭയങ്കര വിശപ്പാ. പുട്ടും കടല് ഓ, ഇന്നും പുട്ടും കടലാണോ? കപ്പയും കാച്ചിലൊന്നും ഇല്ല അമ്മച്ചി. അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയാം നിനക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എത്ര 4 വർഷം കൂടി ഒരു വരുന്ന കലമ ഞാൻ ഒഴുകി വെച്ചേക്കുന്നത്. ഞങ്ങളെ പോലെ പ്രവാസികൾക്ക് ഇതൊക്കെ അല്ലേ അമ്മച്ചി ഒരു ആശ്വാസം. നല്ലേ, വാ അമ്മച്ചി. വാ. വട പിന്നെ നീ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കണോ? നമ്പരൊന്നും കാണുന്നില്ല. കടയിലെ നമ്പർ എത്ര? കടയിലെ നമ്പർ എത്രടി? സണ്ണിക്കുഞ്ഞെ, ഇതെന്താ പറ്റി? എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട് സണ്ണിക്കുഞ്ഞെ. എന്താ ദിവസപ്പേടാ? ഞാൻ ഈ തറവാട്ടിൽ കാലുകുത്തിട്ട വർഷങ്ങളായി. ഈ കാലം എത്ര പെട്ടെന്നാ സണ്ണിക്കുഞ്ഞെ മനുഷ്യനെയൊക്കെ മാറ്റിമറിക്കുന്നത്. അവസരപ്പേട്ടാ, കാലം മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയെയും മറ്റു ജീവജാലങ്ങളെ എല്ലാം മാറ്റിമറിക്കും. ഓരോ കാലത്തിനും അതിൻ്റെതായ നിയോഗങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് തമ്പുരാൻ കൽപ്പിച്ചു കൊടുത്ത കർമ്മങ്ങളുണ്ട്. സണ്ണിക്കുഞ്ഞെ, പഠിപ്പും വിവരമില്ലാത്ത എനിക്ക് ഈ പറയുന്ന ഭാഷയൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞ നമ്മുടെ മോളിക്കുഞ്ഞിന്റെ കാര്യമാണ്. മോളിയോ? അവളിങ്ങനെ പോത്തുപോലെ വളർന്നാനോ? കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ടായിട്ടോ അവിടെ കുട്ടിക്കളിയൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. അതൊന്നുമല്ല സണ്ണിക്കുഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത്. അവര് പെട്ടിയുമായി വന്നിറങ്ങുമ്പോ അവൾ എന്നോട് പറയാ, എടോ ഔസേപ്പേ, ഈ പെട്ടിയൊക്കെ എടുത്ത് മേളിൽ കൊണ്ട് വെക്കടോന്ന്. എൻ്റെ അവസരപ്പേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, അവിടെ കുട്ടിക്കളി ഒന്നും ഇപ്പോഴും മാറിയിട്ടില്ല. കുഞ്ഞെ, ഞാൻ പറഞ്ഞ അതല്ല. പണ്ട് കുഞ്ഞിന് ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് കാറ്റത്ത് പറന്നു പോയ ഒരു അപ്പൂപ്പന്താടി കിഴക്കേ മൂവാണ്ടന്മാവിന്റെ മുമ്പിൽ പറ്റിപ്പിടിച്ചിരുന്നപ്പോ അതെടുക്കാൻ ഞാൻ കേറിയതും താഴെ വീണതും എന്റെ നടുവൊടിഞ്ഞതും ഞാൻ 6 മാസം കിടന്ന കിടപ്പിൽ കിടന്നതും ഓർമ്മയുണ്ടോ കുഞ്ഞിന്? അതിനേക്കാൾ ഏറെ എനിക്ക് വേദനിച്ചു കുഞ്ഞെ ഇന്ന് അവൾ എന്നോട് പറഞ്ഞപ്പോ. അവസരപ്പേട്ടാ, പണം കുന്നുകൂടുമ്പം മനുഷ്യൻ വിവേകം മറക്കും, വികാരങ്ങൾക്ക് അടിമപ്പെടും. പോയിട്ട് സാരമില്ല, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവസരപ്പേട്ടനോട് മാപ്പി ചോദിക്കും. വേണ്ട കുഞ്ഞെ, വേണ്ട. നിന്റെ ഈ സാധുത്വം കാണുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. നിന്നെ എവിടെ എല്ലാവരും കൂടെ കൂടി ചവിട്ടി പാതാളത്തിലേക്ക് താത്തുമോ എന്ന്. അവസരപ്പേട്ടാ, എല്ലാം വിധിക്കുന്നവൻ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനു ഭയപ്പെടണം? ആ നല്ല ഇടയിൽ നയിക്കുന്ന പാതയിലെ കുഞ്ഞാടുകളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞാടായി ഞാനും അങ്ങ് ജീവിക്കും. ഓട്ടു കുഞ്ഞെ, കുറെ കൊപ്ര ഉണങ്ങാനിട്ടുണ്ട്, മഴക്കോളുണ്ട്, ഞാൻ പോയി. എന്നാ പിന്നെ പെട്ടെന്ന് ഇല്ല അവസരപ്പേട്ട, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ചോദിക്കാൻ മറന്നുപോയി, അലക്സലിനും പിള്ളേരും ഒന്നും വരാഞ്ഞേ? അങ്ങേരുടെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം.
മാസത്തിൽ ഒരു 3 കമ്പനിയിലെങ്കിലും ജോലിക്കും, പക്ഷെ ഒരിടത്തും അടക്കി നിൽക്കത്തില്ല. ഷോ എടി മോളി, അളിയന് അവിടെ നല്ല ജോലിയാണെന്നും 5 ഒക്കെ ശമ്പളമാണെന്നും നല്ല സെറ്റപ്പ് ആണെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പൊ ചേട്ടന്മാരൊന്നും തിരക്കാതാണോ കല്യാണമൊക്കെ നടത്തിച്ചേ? എന്നൊക്കെ പറഞ്ഞാ കെട്ടിച്ചത് ആദ്യം. പക്ഷെ ആദ്യം ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് മിനിസ്ട്രി ജോലി കിട്ടി എന്റെ പിറ്റേ ദിവസം മുതൽ വീട്ടിലിരിക്കാൻ തുടങ്ങി. പിന്നെ സെർവന്റിന് കൊടുക്കണം, അതിനിരട്ടി. എന്നാ പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിൽ കൊച്ചുങ്ങളെ നോക്കി അവിടെ ഇരിക്കാം. എടി കാര്യം എന്താണെന്നറിയോ, എല്ലാവർക്കും കഴിയാനുള്ള കാശ് നീ ഉണ്ടാക്കുന്നുണ്ടെന്ന് പുള്ളിക്കറിയാം. പിന്നെ പുള്ളി എന്തിനാ ജോലിക്ക് പോകുന്നത്? അതായിപ്പം പിള്ളേരെ നോക്കി വീട്ടിൽ ഇരിപ്പാ. നിന്റെ ഒരു കാര്യം, ഞങ്ങൾ വന്നപ്പോ കേറി പോയി കാണാനില്ലല്ലോ. അവക്ക് ഇപ്പൊ നിന്റെ കൂട്ടി ഇങ്ങനെ 10 ക്ലാസ്സിൽ നടക്കാൻ പറ്റുമോ? അവക്ക് ഇവിടെ അടുക്കള പിടിപ്പത് പണിയുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ എടി ശരിയെന്നെ ഷർട്ട് കരി ഇട്ടിട്ടുണ്ടോടി? എല്ലാം റെഡിയാക്കി വെച്ചു. ചേട്ടന്മാർക്ക് ഇനി എന്റെ കുപ്പായം കണ്ടിട്ടുള്ള മാനം പോകണ്ട, ഞാൻ ഒന്ന് മാറ്റിയിട്ടാ. ഞാൻ എടുത്തു തരണം. വേണ്ട, ഞാൻ ഇട്ടോളാം. എന്റെ സെലീനെ, നീ അങ്ങ് നല്ല ഗ്ലാമർ ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും എല്ലാരും ഇത് തന്നെയാ പറയുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാത്തതിനെ പറ്റി ഡോക്ടർ ഉണ്ടോ പറയുന്നത്? എന്ത് പറയാനാ എന്റെ സ്മോളി, എല്ലാം കർത്താവ് തമ്പുരാൻ തീരുമാനിച്ച പോലല്ലേ നടക്കത്തുള്ളൂ. എല്ലാം അവിടത്തേക്ക് ഏൽപ്പിച്ച് അവിടത്തോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ കർത്താവ് തരും പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോ? ഈ ലോകത്ത് എത്ര പേര് കുട്ടികളില്ലാതെ ജീവിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചാൽ മതി. ആ, എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ. എടി നീ ഇവിടെ കഥയും പറഞ്ഞേക്കോണേ, എന്താ പണി ഇത്ര കഥ പറയാനുള്ളത്? വേഗം അടുക്കളയിലോട്ടിയല്ലേ, ജോലിയെല്ലാം തീർത്ത് അവരുടെ തുണിയെല്ലാം കഴുകിയിടണം കേട്ടോ. അവൾ ഒരു പാവമായതുകൊണ്ട് അമ്മച്ചടി ഈ വേട്ടലൊക്കെ നടക്കണം. ഞാനെങ്ങാണോ ആയിരിക്കണമായിരുന്നു? പാവമോ? എന്റെ പൊന്നെ, കാഴ്ചയിൽ അങ്ങനെയൊക്കെ തോന്നും. ഉള്ളു നിറയെ വിഷമാ. എനിക്കും പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട് അമ്മച്ചി. പക്ഷെ ഒരു കാര്യം, എന്ത് പറഞ്ഞാൽ ഒരൊറ്റ അക്ഷരം തിരിച്ചു പറയത്തില്ല. അത് അത്ഭുതം. എങ്ങനെ പറയും? അവിടെ അപ്പൻ എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാൽ അതിനുമുട്ടി തറവാട്ടിലോട് അവളെ കെട്ടിച്ചു വിട്ടത്. അവസാനം അവിടെ തന്ത ഒരു കള്ള കണ്ണുനീര് സണ്ണിയുടെ കൈ പിടിച്ചു, അതിലവൻ വീണു. പക്ഷെ എന്തായാലും ഒരു കാര്യമുണ്ട് അമ്മച്ചി, അലക്സിന്റെ അമ്മച്ചി ഇന്ന് വരെ എന്റെ മുഖത്ത് നോക്കി ഈച്ചി പോകുന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയും? അതിനുമുട്ടി തറവാട്ടിലെ ഏക വെണ്ടരിയാ നീ. നിന്നെ ഇവിടുന്ന് അവിടെ കെട്ടിച്ചു വിട്ടത് എങ്ങനെയാന്ന് ഈ ദേശക്കാർക്ക് മുഴുവൻ അറിയാം. അതുപോലാണോട് ഇവളെ. ശരി, അമ്മച്ചി പറഞ്ഞ കാര്യം. എന്നതാ അമ്മച്ചി മോളും കൂടെ ഒരു കുശുകുശുപ്പ്? പരദോഷമാണോ? പിന്നെ എനിക്കും എന്റെ അമ്മച്ചിക്കും കൂടെ വർത്താനം പറയാൻ പറ്റത്തില്ല. എന്താ അമ്മച്ചി, അവള് പിണങ്ങി പോയാണോ? അവളാണ് അടുക്കളയിലോട്ട് പോയാ. നീ എങ്ങോട്ടാ? ഞാൻ കുറച്ചു നേരം ഒന്ന് പുറത്ത് നിൽക്കാന്ന് കരുതി. ജോണി എന്ത്? ഞാൻ ഇവിടെ ഉണ്ടാമിച്ചേ, ഒന്ന് കുളിക്കുമായിരുന്നു. എന്നാ ചൂടാ, എത്ര പ്രാവശ്യം കുളിച്ചിട്ടും ആ ചൂട് മാറുന്നില്ല. ഇതെന്നാ പറ്റിയ അമ്മച്ചി, ഇതെന്നാ കോലമായത്? ആ പഴയ ആരോഗ്യ ഉത്സാഹമൊന്നുമില്ലാത്ത പോലെ. പ്രായമേറി വരുവല്ലേ മക്കളെ. അതുകൂടാതെ പറക്ക മുറ്റപ്പോഴേ നിങ്ങളെല്ലാം അങ്ങ് പോയില്ലേ. പിന്നെ ഞാൻ ഈ നരകത്തിൽ കിടന്ന് അനുഭവിക്കുന്ന എനിക്കല്ലേ അറിയൂ. അതിനിവിടെ എന്നാ കുഴപ്പമുണ്ടെന്ന് അമ്മച്ചി പറയുന്നേ? എന്നതാ അമ്മച്ചി, അമ്മച്ചിക്ക് ഇപ്പോഴൊരു ഒരു കുഴപ്പം? സ്വത്തും കാര്യങ്ങളെല്ലാം അമ്മച്ചിയും സണ്ണിക്കുട്ടിയും കൂടെ നോക്കുന്നത്. പിന്നെ അമ്മച്ചിക്ക് മാനസികമായ സാമ്പത്തികം, അമ്മച്ചിക്ക് എന്താ ഒരു കുഴപ്പം? സാമ്പത്തികമായിട്ട് എന്തുണ്ടെന്നാ നീ പറയുന്നത്? ഇവിടെ കിട്ടുന്ന സാമ്പത്തികമായുള്ള എല്ലാത്തിന്റെയും പകുതി കണക്ക് എന്റെ കയ്യിലുള്ളൂ, ബാക്കി അവരുടെ കയ്യിലാ. ആര്? സെലീനയോ സണ്ണിയോ? അതേടാ. എന്നിട്ട് അമ്മച്ചി എന്ന വിവരം ഞങ്ങളോട് പറയാറുന്നത്? ഈ നമ്മുടെ സണ്ണിക്കുഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അവൻ പണ്ടേ ഒരു സത്യത്തിനല്ല അമ്മച്ചി. അതൊക്കെ പണ്ട്. ഇപ്പോൾ അവള് വന്നേ പിന്നെ എല്ലാം നാടകമാണ്. കിട്ടുന്നതിന്റെ പകുതിയും അങ്ങോട്ട് കടത്തുന്നുണ്ടോന്ന് എനിക്കൊരു ചിന്തയുണ്ട്. അത് ശരി അമ്മച്ചി, ഇത്രയും കാലം കൂടെ അവനോളും കൂടെ നമ്മുടെ പാവത്തം കടിച്ച് പറ്റിക്കായിരുന്നു അവരല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോവാന്. ഞാൻ എന്റെ ജീവിതം പകുതിയായി പോയി ഇതിന്റെ കൂടെ. അതിന് നമുക്ക് വഴി ഉണ്ടാക്കാൻ വെച്ചി. എന്നെ തെളിച്ച് വെള്ളം കോരി ഒഴിച്ച് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അമ്മച്ചി. മോളി വന്നെന്റെ പുറകെ അനങ്ങാൻ നിൽക്കുമായിരുന്നു. പാത്രം എടുത്തപ്പോ തട്ടി വീണു അമ്മച്ചി. കർത്താവാണ് സത്യം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാൻ പറയുന്നു എന്താ എന്താ ഇവിടെ? എന്നതാ ഇവിടെ? എന്നാ അമ്മച്ചി കാര്യം? എന്താണ് പൊളി? എന്താ അമ്മച്ചി? എന്തിനാ അവിടെ തയ്യേ? നീ ഒരു പെൺകോളനാണെന്ന് കരുതി മറ്റുള്ളവരെങ്ങനെയാന്ന് വിചാരിക്കരുത്. അമ്മച്ചി ഞാൻ എന്ത് പറ്റിയതാ എന്നോട് കാണിക്കുന്നത്? ഇത്രയും കാലം നീ ഇവളും കൂടെ പാവത്തം നടിക്കുമായിരുന്നു അല്ലേ? അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല മോളെ. അഭിനയം കണ്ടില്ലേ, ഒന്നും അറിയാത്ത പോലെ. നീ ഇവളും കൂടി മാസം കള്ളക്കെടുത്ത് ഞങ്ങൾ അറിയില്ലെന്നാണ് നിന്റെ വിചാരം? ദൈവദോഷം പറയല്ലേ? എന്ത് കള്ളത്തരം ചെയ്തെന്നായി പറയുന്നേ?
ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. അമ്മച്ചി പറഞ്ഞ അനുസരിച്ച് എല്ലാ സാധനവും എടുത്ത് അവളെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളാം. ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റിയില്ല, ഇറങ്ങിക്കോളാം. ഇവളെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ ഇന്ന് മുതൽ ഈ പടിക്ക് പുറത്താണ് നിന്റെ സ്ഥാനം. അമ്മച്ചി ഞാൻ എങ്ങോട്ട് പോകണമെന്നോ അമ്മച്ചി ഇത്? എടാ എവിടാന്ന് വെച്ചാ പോടാ. അമ്മച്ചി നീ ഇവിടെ കൂടെ പോയാല് അയനമുട്ടി തറവാട്ടിൽ അന്നമ്മ ഇങ്ങനൊരു സന്തതിയെ പ്രസവിച്ചിട്ടില്ല. അമ്മച്ചി എന്റെ കുഴിവാർത്തി പോലെ നീ വന്നേക്ക്. അമ്മച്ചി ഞാനും അമ്മച്ചിയുടെ മകനല്ലേ അമ്മച്ചി? ഈ നിന്നെ പെരുവഴിയിലോട്ട് ഇറക്കി വിടാൻ ഞാൻ എന്ത് തെറ്റാ അമ്മച്ചി ചെയ്തേ? ഓടാ. കർത്താവ് നമ്പരാൻ കാണുന്നുണ്ടോ അമ്മച്ചി? നിന്റെ ഒരു എന്തൊരു പരവശം. എടി മോളിയെ കുടിക്കാൻ തണുത്തോളം എടുത്തേ. ആ വക്കീലെ കൂടി എടുത്തോ. വക്കീലെ കേറി വാ. എന്തായി വക്കീലെ, പോയ കാര്യങ്ങൾ വല്ലതും നടക്കുവോ? സുന്ദരം വക്കീൽ ഒരു കാര്യം ഏറ്റാൽ അത് നടക്കാതിരിക്കുമോ? നടത്തിയിട്ടേ വരൂ. എന്നാ ഇരിക്കു വക്കീലെ. എല്ലാ പ്രമാണങ്ങളും പ്രത്യേകം എഴുതിയിട്ടുണ്ടോ ജോണി? പൂവമ്മച്ചി സണ്ണിക്കുട്ടിക്കുള്ളത് അമ്മച്ചിയുടെ കാലശേഷവും ബാക്കിയെല്ലാം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. ആ പ്രമാണങ്ങളൊക്കെ ഒന്ന് വായിച്ചേ വക്കീലെ. ആ കണ്ണട വെച്ച് നോക്കി വായിക്കേണ്ട വക്കീലെ. കറക്റ്റായിട്ടാണല്ലോ എഴുതിയിരുന്നത് അല്ലേ? കോട്ടയം ജില്ലയിൽ മീനച്ചൽ താലൂക്കിൽ ഒലൂക്കോട് പഞ്ചായത്തിൽ തട്ടുമല വില്ലേജിൽ കാക്കപ്പാറ മുറിയിൽ പരാതനായ വർഗീസ് അണിമുട്ടിന്റെ ഭാര്യ അന്നാമ വർഗീസ് അണിമുട്ടിൽ എഴുതി തയ്യാറാക്കുന്ന ഇഷ്ടദാന പ്രകാരമുള്ള പ്രമാണം. എന്റെ വക്കീൽ അത് മുഴുവനൊന്നും വായിക്കണ്ട, ആ സ്വത്തുവരങ്ങൾ മാത്രം വായിച്ചാൽ മതി. മതിയോ? ഓ അത് മതി. സർവേ നമ്പർ 215/74 ഏക്കർ റബ്ബർ ആദായമായി നിൽക്കുന്ന സ്ഥലവും സർവേ നമ്പർ 216/74 75 സെന്റ് കൃഷി ചെയ്യുന്ന പാടവും മൂത്തമാൻ ജോണിക്കുട്ടി വർഗീസിനും സർവേ നമ്പർ 219/65 1.5 ഏക്കർ തെങ്ങിൻ തോപ്പും സർവേ നമ്പർ 218/70 1.5 ഏക്കർ നെൽപ്പാടം ഇളയമകൾ മോളിക്കുട്ടി അലക്സിനും സർവേ നമ്പർ 271/78 1 ഏക്കർ വീടോടുകൂടിയ കൃഷിഭൂമിയും സർവേ നമ്പർ 233/84 70 സെന്റ് കൃഷിയോടുകൂടിയ പാടാവും രണ്ടാമത്തെ മകൻ ബെന്നി വർഗീസിനും സർവ്വസാന്ദ്രത്തോടും കൂടി കൈവശം വെച്ച് അനുഭവിക്കുവാൻ ഇഷ്ടദാനം നൽകിയിരിക്കുന്നു. കൊള്ളാം കൊള്ളാം. അല്ല ചേട്ടത്തി, സണ്ണിക്കുഞ്ഞിനൊന്നും ഇല്ലയോ? പുകഞ്ഞ കൊള്ളി പുറത്തെന്നാണല്ലോ പ്രമാണം. പിന്നെ ഇവരുടെ നിർബന്ധം കൊണ്ട് അവനും കൊടുത്തിട്ടുണ്ട് വക്കീലെ. ആ പ്രമാണം കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കേ, ഇല്ലെങ്കിൽ ഈ പെന്തക്കോസ് മാപ്പിള ചങ്ക് പൊട്ടിച്ചാകും. ഈ സ്വത്തുവിവരം മാത്രം വായിച്ചാൽ മതിയോ? ഓ മതി. സർവേ നമ്പർ 375/82 നെൽകൃഷിക്ക് അനുയോജ്യമായ ജലസേചന സൗകര്യത്തോടുകൂടിയ 75 സെന്റ് നിലവും മൂന്നാമത്തെ മകൻ സണ്ണിക്കുട്ടി വർഗീസിന് മാതാവ് അന്നാമ വർഗീസിന്റെ കാലശേഷം സർവ്വസ്വാതന്ത്ര്യത്തോടും കൂടി കൈവശം വെച്ച് അനുഭവിക്കുവാൻ. നിർത്ത് വക്കീലെ, നിർത്ത്. ആളപ്പം ചേറും അതിനൊപ്പം വെള്ളവും മൂടിക്കിടക്കുന്ന ആ കോണ് നിലം സണ്ണിക്കുഞ്ഞിന് എന്നത്തിനാ? അവിടെ എന്നാ കൃഷി ഇറക്കാനാ? എന്നാമച്ചേട്ടത്തി, ഇത് ദൈവദോഷമായി പോയി. കർത്താവ് പോലും പൊറുക്കുകയല്ല. അവനും നിങ്ങളുടെ മകനാണെന്നുള്ള കാര്യം മറക്കരുത് ചേട്ടത്തി. താൻ ഇവിടുത്തെ തറവാട്ടുകാരനൊന്നുമല്ല നിന്റെ ഇടയിൽ കയറി അഭിപ്രായം പറയാൻ. താൻ ഇവിടുത്തെ വേലക്കാരനാണ്, ആ കാര്യം താൻ മറക്കരുത്. ഒന്നും മറന്നിട്ടില്ല കുഞ്ഞെ, ഒന്നും മറന്നിട്ടില്ല. മനുഷ്യത്വത്തിന്റെ ഒരു തിരി എന്റെ ഉള്ളിൽ അവശേഷിക്കുന്നത് കൊണ്ടാ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ ഉപ്പും ചോറും നിന്നാ ഞാൻ വളർന്നത്. പക്ഷേ ദൈവം നിന്ന് കണ്ടപ്പോൾ, ദൈവനീതി ഇല്ലാത്തത് കണ്ടപ്പോൾ സഹിച്ചില്ല കുഞ്ഞെ. അങ്ങനെ അധികം ഒന്നും പറയണ്ട ഇവിടെ ഇപ്പൊ. താനെന്തിനാണ് ഇവിടെ കുറ്റിയടിച്ചിരിക്കുന്നത്? തനിക്ക് പാടത്തെ പുറമെ പണിയൊന്നും ഇല്ലയോ? മുക്കുമുട്ട തിന്നാൻ തരുന്നില്ലയോ തനിക്ക്? അല്ലെങ്കിലും പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താ കാര്യം? ഇത് മോളിയെ കപ്പ് പിടിച്ച് ഉരിയരിക്ക് വിലയില്ലാത്തവന്റെ ഉരിയാടലിന് എന്ത് വിലയാണ് ചേട്ടത്തി? ഇവിടെ ഞാൻ തിന്നും കുടിച്ചും ജീവിച്ചു. നിങ്ങളെയൊക്കെ തോളിലെടുത്ത് എന്റെ പാടിപ്പോഴും എന്റെ തോളിലുണ്ട് കുഞ്ഞെ. നിങ്ങളുടെ അപ്പനായ വർഗീസ് ചേട്ടൻ എനിക്ക് കൂടപ്പുറപ്പായിരുന്നു. അദ്ദേഹം എന്നെ കരുതിയിരുന്ന സ്വന്തം സഹോദരനെ പോലായിരുന്നു. പക്ഷേ നിങ്ങളതൊക്കെ മറന്നു. നിനക്കറിയാമോ, നിനക്ക് ചെന്നായുടെയും പുലിയുടെയും കഥ കേട്ടില്ലെങ്കിൽ നീ ഒരു നേരം ഉറങ്ങത്തില്ലായിരുന്നു. അതിന്റെ പാട് എനിക്കിപ്പോഴും അറിയാം. ഞാൻ വേദനിച്ചിട്ടുണ്ട് നിന്നെ ഓർത്ത്. ഞാൻ പോവാ മക്കളെ, ഇവിടെ എനിക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല. എന്നാ പിന്നെ ഞാനറിയാം, എനിക്കൊന്ന് രണ്ട് കർഷകളെ കാണാനുണ്ട്. വക്കീലിന്റെ ഫീസൊക്കെ കൊടുത്തു. ഞാൻ കണ്ടോളാം അമ്മച്ചി, വൈകിട്ട് ക്ലബ്ബിൽ വെച്ച് കണ്ടോളാം. എന്റെ പൊന്നാരെ അമ്മച്ചി, അമ്മച്ചിക്ക് ഇത്രയ്ക്ക് സ്നേഹം കൊടുത്ത് എനിക്ക് ഇപ്പഴാ മനസ്സിലായ. നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായി, പൊന്നംകോടം പോലെ ഒരു അമ്മച്ചിയല്ലേ ദൈവം നമുക്ക് തന്നത്. ഒന്ന് പോയും പിള്ളേരെ, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ അല്ലേ ഞാൻ കാണിച്ചിട്ടുള്ളൂ, അല്ലാതെ ഞാൻ എന്തെങ്കിലും പ്രത്യേകം ചെയ്തിട്ടുണ്ടോ? എന്നാലും കോളടിച്ചത് വെന്നിക്കാ.
ഈ വീടും പറമ്പും നീ അടിച്ചു മാറ്റിക്കളഞ്ഞല്ലോ. ഓ, ചേട്ടായി കിട്ടിയത് വെച്ച് നോക്കുമ്പോ എനിക്കിതൊന്നും ഒന്നുമില്ല. പിന്നെ ഓണാക്കറിയാൻ ഒരു വീടും പറമ്പും, പിന്നെ ഇത് വിറ്റ് കാശാക്കാനുള്ള ടെക്നിക്കൊക്കെ എനിക്കറിയാം. എന്തായാലും കിട്ടിയതിന്റെ കണക്ക് പറഞ്ഞ് കടിപിടി കൂടാതെ നിങ്ങൾ ആരെ എന്നെ കൊണ്ടുവന്നു തീരുമാനിക്കേ. അതുകൂടെ ഞാൻ ഇനിയും താമസിക്കേണ്ടത്. അല്ല പച്ചി, ഇപ്പൊ തന്നെ ഫ്ലാറ്റ് വാടകയും വീട് ചെലവും ഒക്കെ ആയിട്ട് എന്തോ ചെലവാന്നറിയാവോ? അലക്സ് ഞാനാണ് ജോലിക്ക് പോകത്തില്ല. പിന്നെ ഞാൻ എങ്ങനെ അമ്മച്ചിയെ അമ്മച്ചിയെ നോക്കാൻ പെൺമക്കളാണ് നല്ലത്. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടി. ഞാനിതൊരാളുടെ ഭാര്യയാണ്. എനിക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളോട് നോക്കിയേ പറ്റുകയുള്ളൂ. എന്തായാലും കൊള്ളാം. ഇനി ഒറ്റയ്ക്ക് എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുക്കണം. ഞാൻ ഇവിടെ ദേശക്കാരോടെല്ലാം പറഞ്ഞ് എന്റെ പിള്ളേർക്കൊപ്പം പോവുകയാണെന്ന്. ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോകുന്നു. നിങ്ങൾ പെട്ടെന്ന് തീരുമാനം എന്നെ അറിയിക്കും. ചേട്ടായുടെ കൂടെ ആണെങ്കിൽ കുട്ടികളെ നോക്കാൻ ഒരാളും ആവും. ചേട്ടത്തേക്കാണ് മനസ്സമാനത്തോട് ജോലിക്കും പോവാം. അതെന്താ നിന്റെ കൂടെ ആയാൽ പറ്റത്തില്ലേ? സിസിലിക്കാണെങ്കിൽ ലീവില്ലാത്ത ഡ്യൂട്ടിയാണെന്നാണല്ലോ പറയുന്നത്. അതും പോരാഞ്ഞിട്ട് ഈ തറവാട് നിന്റെ പേരിലാണ് അമ്മച്ചി എഴുതി വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായി നീയാണ് അമ്മച്ചിയെ നോക്കേണ്ടത്. ഓ, അമ്മച്ചി വന്ന അമ്മച്ചി സിസിലി കൂടെ ചേർത്തില്ല. പിന്നെ അത് എന്റെ ഫാമിലി ഒരു പ്രശ്നമാവും. എനിക്കാണ് അതിനോട് താല്പര്യമില്ല. ഏതായാലും ഞാൻ അമ്മച്ചിയെ കൊണ്ടുപോകുന്ന ആരും കനവ് കാണണ്ടേ. ഇതിപ്പോ ചെറുത്താനും കടലിന്റെ ഇടക്കാലും ഈശ്വര. ചേട്ടായി, ഇതൊരു വലിയ കുരിശാണല്ലോ ചേട്ടായി. ഇത് ഈ സ്വത്തൊക്കെ നമുക്ക് എഴുതി തന്നത് അമ്മച്ചിയെ നമ്മൾ കൊണ്ടുവന്നും പറഞ്ഞ ഈ അമ്മച്ചി തങ്ങളെ തിരിച്ചെഴുതിയെടുത്താലോ? അതോർത്ത് നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട. അമ്മച്ചി നമുക്ക് എഴുതി തന്നിരിക്കുന്ന ഇറിവേക്കബിൾ പവർ ഓഫ് അറ്റോണിയാണ്. അങ്ങനെ തിരുത്താനും തിരിച്ചെഴുതിയെടുക്കാനും ഒന്നും പറ്റത്തില്ല. അതോർത്ത് നീ പേടിക്കണ്ട. അത് സ്വത്തുക്കൾ നമുക്ക് എഴുതി തന്നോ നമ്മുടെ അവകാശം ഇല്ലയോ? എന്തൊരു അവകാശം? അവകാശത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇവിടെ വേറൊരുത്തരുണ്ടല്ലോ, അവന് നമ്മൾ എന്തോ കൊടുത്തേ? പിന്നെ അമ്മച്ചിയുടെ കാര്യം വരുമ്പോൾ ഇവിടെ പോയി നിങ്ങൾക്ക് ഈ ധർമ്മബോധമൊക്കെ. ഏതായാലും സ്വത്ത് എഴുതി കെട്ടിവരെ ഞാൻ ആലീസിനെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ അവൾക്കൊന്നും അല്ലാത്ത സന്തോഷമായി. ഇനി ഈ പേരും പറഞ്ഞ് അമ്മച്ചിയെ കെട്ടിപ്പോയി അങ്ങോട്ട് കൊണ്ടുവച്ചെന്നാ അത് പറയാൻ വേണ്ട, എനിക്ക് ഓർക്കാനും കൂടി വയ്യ. ഏതായാലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യത്തിനൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കണം. എന്താ വെച്ചാൽ ചെയ്യാമെന്ന് ആലോചിക്കും എല്ലാവരും ഇരുന്നു. ചേട്ടായി, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ സണ്ണിക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവനാണെങ്കിൽ അമ്മച്ചി നോക്കിയായിരുന്നു. നമുക്ക് അവനെ വിളിച്ചു പറഞ്ഞാലോ? അത് ശരിയാ. മാസം ചെലവിന് എന്താ വെച്ചാൽ കൊടുത്താൽ മതി എന്നേ. നാണമാവില്ല നിങ്ങക്ക്? പറയുന്നതിനൊരു യുക്തി വേണ്ടേ? അമ്മച്ചിയുടെ കൂടെ ചേർന്ന് നമ്മൾ മൂന്നാളും കൂടിയല്ല അവൻ ഈ പടിക്ക് പുറത്താക്കിയത്. എന്നിട്ട് ഇനി അവനെ കണ്ടുകിട്ടിയാൽ തന്നെ അമ്മച്ചി കൂടെ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. എന്നതാ ജോണിച്ചായ? എന്നാൽ അത് പ്രായോഗികമാക്കാൻ അല്പം പ്രയാസമാണ് താനും. നമുക്ക് അമ്മച്ചിയെ ഒരു വൃദ്ധസദനത്തിലാക്കണം. ഇല്ല, അത് ശരിയാവത്തില്ല. അതിനെന്താണ് ഇപ്പൊ ഒരു കുഴപ്പം? ഈ നാട്ടിൽ സർവ്വസാധാരണ നടക്കുന്ന ഒരു കാര്യമല്ലേ അത്? പക്ഷേ എന്തോന്ന് പക്ഷേ? നമ്മുടെ പെറ്റതാളെയോ ഒരെന്നാലും ഇല്ല, നമ്മളത് ഉറപ്പിക്കാം. ഇനി അമ്മച്ചിയെ ഈ കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് വേണ്ടത്. മക്കളെ, എല്ലാരും ഒരു ചൂട് ചായ കുടിച്ചോണ്ട് കൊച്ചു വർത്താനം പറയും. ഞങ്ങൾ അമ്മച്ചിയെ കൂടെ കൊണ്ടുപോകുന്ന കാര്യത്തെ പറ്റി സംസാരിക്കുമായിരുന്നു അമ്മച്ചി. പറയും മക്കളെ, നിങ്ങൾ ആരാ എന്നെ കൊണ്ടുപോകുന്നത്? ഇനിയുള്ള കാര്യം സമാധാനത്തോടെ ഞാൻ ആരുടെ കൂടെ താമസിക്കാൻ പോകുന്നത്? അത് പിന്നെ അമ്മച്ചി, അവിടെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതിനുവേണ്ടിയല്ലേ ജോണിച്ചാൻ വീട് വിൽക്കാൻ പോകുന്നത്. അമ്മച്ചി, ആ പേപ്പറൊക്കെ ശരിയാകാനാണ് അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ ഗവൺമെന്റ് ആണ് ആ ഇഷ്യൂ എല്ലാം നിർത്തിയും വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ ഇനി ശരിയാവുന്നിടം വരെ ഞാൻ എവിടെ താമസിക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? അതിന് കുറച്ച് സമയം കൊടുക്കാൻ പറ്റി. അത് ശരിയാവുന്നവരെ നമുക്ക് താമസിക്കാനുള്ള സ്ഥലം ശരിയാക്കാം. വിസയുടെ കാര്യം ശരിയാക്കുന്നവരെ ഞങ്ങൾ ഒരിടത്ത് അമ്മച്ചി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഞങ്ങൾ അമ്മച്ചിയെ കൊണ്ടാക്കാം. അമ്മച്ചി അതോർത്ത് പേടിക്കേ വേണ്ട. അമ്മച്ചി അവിടെ ആവുമ്പം അമ്മച്ചിയുടെ പ്രായത്തിലുള്ള ഒത്തിരി പേരുണ്ടെന്നേ. അമ്മച്ചിക്ക് നല്ല സന്തോഷമായിരിക്കും അവിടെ താമസിക്കാനായിട്ട്. എടി, എനിക്ക് പറയുന്ന മനസ്സിലാവുന്ന ഭാഷ പറയടി. എവിടാടി എന്നെ കൊണ്ടാക്കാൻ പോകുന്നത്? അമ്മച്ചിയെ ഞങ്ങളൊരു ഓൾഡ് ഏജ് ഹോമിലാക്കുന്ന കാര്യമാണ് അമ്മച്ചി പറഞ്ഞത്. എന്റെ ദൈവമേ, എന്റെ സണ്ണിക്കുഞ്ഞിനോട് ഞാൻ ചെയ്ത കടുങ്കൈയായി. അവനുണ്ടായിരുന്ന എന്നെ പൊന്നുപോലെ നോക്കിയന്. എന്റെ യേശുവേ, ഇത് കേൾക്കാൻ പോലുള്ള കാണി എനിക്കില്ലല്ലോ.
ഞാൻ എരിയുന്നു നിത്യം നരകമാണിന്നുമെൻ കനലോർമ്മകൾ ഞെട്ടറ്റു വീണക്കിനാക്കൾ നിറം കിട്ടുമയങ്ങിയ താഴ്വരയിൽ എവിടെയോ തട്ടിത്തകർന്നോ മധുപാത്രം രക്തബന്ധങ്ങളും മുറിഞ്ഞു തേങ്ങി എവിടെയോ തട്ടിത്തകർന്നോ മധുപാത്രം രക്തബന്ധങ്ങളും മുറിഞ്ഞു തേങ്ങി മുൾക്കിരീടം താങ്ങി താഴുന്ന ശിരസ്സുമായി മുൾക്കിരീടം താങ്ങി താഴുന്ന ശിരസ്സുമായി വിശ്വാസമേടയിൽ ഞാൻ വന്നു നിൽപ്പൂ നാഥാ കരമേകി എന്നെ നീ കാത്തിടണേ ഞെട്ടറ്റു വീണക്കിനാക്കൾ നിറം കിട്ടുമയങ്ങിയ താഴ്വരയിൽ നിത്യതേ നീയൊരു വെള്ളരിപ്രാവായി നിശബ്ദമായി എന്നെ തഴുകിയെങ്കിൽ നിത്യതേ നീയൊരു വെള്ളരിപ്രാവായി നിശബ്ദമായി എന്നെ തഴുകിയെങ്കിൽ സ്നേഹസ്വരൂപനെ നിർമ്മല ഭാവമേ സ്നേഹസ്വരൂപനെ നിർമ്മല ഭാവമേ പാപാന്ധകാരത്തിൽ വെളിച്ചമിൽ എന്നെ നിത്യസത്യത്തിലേക്കാനയിക്കൂ. അമ്മച്ചി ദേ ഇതാരാ വന്നേക്കണേ നോക്കിക്കേ. എന്റെ മക്കള് അമ്മച്ചി, എന്റെ പൊന്നു തമ്പുരാനെ, ഞാനിത് എങ്ങനെ സഹിക്കും? എന്നാലും എന്റെ അമ്മച്ചിയെ ഞാൻ ഈ രീതി കാണേണ്ടി വന്നല്ലോ. അമ്മച്ചിയെ തിരക്ക് ഞങ്ങൾ എവിടെയൊക്കെ നടന്നെന്നറിയാമോ? എന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷയാ. ഞാൻ പണത്തെയും പണമുള്ളവരെയും സ്നേഹിച്ചു പോയി. മക്കളെ ഒരുപോലെ സ്നേഹിക്കാൻ ഞാൻ വിട്ടുപോയി. അല്ല, നിങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷ ദൈവം തന്നതാ. അമ്മച്ചി, കർത്താവിനെ അറിഞ്ഞു തുടങ്ങിയ ഒഴുകുന്ന നദി പോലെയാണ് ആത്മാർത്ഥമുള്ള സ്നേഹം. ഞങ്ങൾക്ക് അമ്മച്ചിയോട് യാതൊരു പരാതിയില്ല. ഔസേപ്പേ, ഇതേതാ കുഞ്ഞ്? ചേട്ടത്തി ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. സെലിന കുഞ്ഞിനും സണ്ണി കുഞ്ഞിനും ദൈവം ദാനമായി കൊടുത്ത പൈതലാ. അയ്യോ, എന്റെ സ്വത്തെല്ലാം കൈവിട്ട് പോയല്ലോ. ഈ കുഞ്ഞിന് തരാൻ എനിക്ക് ഒന്നുമില്ലല്ലോ. അപ്പച്ചൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ അമ്മച്ചി നമുക്ക് വേറൊരു സ്വത്ത്? അമ്മച്ചി, വാ അമ്മച്ചി. നിന്റെ മനസ്സ് കാണാൻ എനിക്ക് കഴിയാതെ പോയല്ലോ. അമ്മച്ചി, നിന്റെ മനസ്സ് കാണാൻ എനിക്ക് കഴിയാതെ പോയല്ലോ മക്കളെ. അമ്മച്ചി കൂടെ ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ നേടിയെടുക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് അമ്മച്ചി വാ അമ്മച്ചി, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായി കണ്ട് മറന്ന് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. എന്റെ പൊന്നു മക്കളെ, ഇടക്കിടക്കാൻ മണിമാളികയിലൊന്നും ഇല്ലെങ്കിൽ അടിയന്റെ ഒരു ഓലപ്പുരയുണ്ട് പിന്നെയും ബാക്കി. നാം പരിഗണിക്കുന്നവർ പലർ നമ്മെ അവഗണിക്കുമ്പോൾ അവഗണനയ്ക്കിടയിലും പരിഗണിക്കുന്നതാണ് ദൈവസ്നേഹം. യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ അടയാളമായിരുന്നു സ്നേഹാക്ഷരങ്ങൾ.